കുക്കുംബർ കഴിച്ചാൽ ശരീരം തണുക്കും, വണ്ണം കുറയും, സ്കിന്ന് നല്ല ഗ്ലോ ആവും എന്നൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ശരിക്കും ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ, അതോ വെറുതെ പറയുന്നതാണോ? അപ്പോൾ നമുക്കിതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്ന് നോക്കിയാലോ. ഈ സിമ്പിളായിട്ടുള്ള പച്ചക്കറിയുടെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഇത് ശരിക്കും നമ്മുടെ ആരോഗ്യത്തിന് അത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ടോ? വാ, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ഈ കുക്കുംബർ എന്ന് പറയുന്നത്? ഇതിന്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ ഇതിന്റെ ഗുണങ്ങളെപ്പറ്റി നമുക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടും. കുക്കുംബറിനെ നമ്മൾ വെറുമൊരു പച്ചക്കറിയായിട്ട് മാത്രം കണ്ടാൽ പോരാ. സത്യത്തിൽ ഇത് നമ്മുടെ ശരീരത്തിന് വെള്ളവും പോഷകങ്ങളും നൽകുന്ന ഒരു അടിപൊളി സോഴ്സാണ്. കാണുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഇതിന്റെ ഉള്ളിൽ നമുക്ക് വേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിലെന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ വിറ്റാമിൻ കെ, വിറ്റാമിൻ സി, പൊട്ടാസ്യം ഇതൊക്കെ ധാരാളമുണ്ട്. കൂടെ ആന്റി ഓക്സിഡന്റുകളും. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്ന ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന വില്ലന്മാരില്ലേ, അവരെ തടയുന്ന ആൾക്കാരാണ് ഈ ആന്റി ഓക്സിഡന്റുകൾ. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് കുക്കുംബറിന്റെ ഏറ്റവും വലിയൊരു പവർ ഹൗസിലേക്ക് വരാം. അതാണ് നമ്മുടെ ശരീരത്തിന് ജലാംശം അല്ലെങ്കിൽ ഹൈഡ്രേഷൻ നൽകാനുള്ള അതിന്റെ ഒരു അപാര കഴിവ്. ഒരുപക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇത് തന്നെയായിരിക്കും. അപ്പോൾ എന്തായിരിക്കും ആ രഹസ്യം? കുക്കുംബറിനെ ഇത്രയധികം ഹൈഡ്രേറ്റിംഗ് ആക്കുന്ന ആ ഒരു ഘടകം എന്താണ്? അടുത്ത സ്ലൈഡിൽ നമുക്ക് ആ നമ്പർ കാണാം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. 95%. ഒരു കുക്കുംബറിന്റെ 95%വും വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ ഇതിലും നല്ലൊരു നാച്ചുറൽ വഴി വേറെയില്ല. സിമ്പിളാണ്, പക്ഷെ വളരെ പവർഫുള്ളാണ്. അപ്പോൾ ഈ ഹൈഡ്രേഷൻ എന്തിനാണ് ഇത്ര പ്രധാനപ്പെട്ടത്? നമ്മുടെ ശരീരത്തിലെ വാട്ടർ ബാലൻസ് കറക്റ്റായി നിലനിർത്തുന്നത് നമ്മുടെ എനർജി ലെവലിന് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ചൂടുകാലത്തൊക്കെ വെള്ളം കുടിക്കാൻ മറന്നുപോയാലും കുക്കുംബർ കഴിക്കുന്നത് ഡീഹൈഡ്രേഷൻ തടയാനും ആ ഒരു ക്ഷീണം മാറ്റാനും ഒരുപാട് സഹായിക്കും. ഇനിയാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, കുക്കുംബർ കഴിച്ചാൽ ശരിക്കും തടി കുറയുമോ? ഈ കേൾക്കുന്നതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട്, നമുക്കതൊന്ന് പരിശോധിക്കാം. നോക്കൂ, ഈ സ്ലൈഡിൽ കാര്യം വ്യക്തമാണ്. കുക്കുംബർ ഒരു മാജിക് വടിയൊന്നുമല്ല. അത് മാത്രം കഴിച്ചതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷേ നല്ലൊരു ഡയറ്റും എക്സസൈസും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുക്കുംബർ ഒരു സൂപ്പർ ഹെൽപ്പറാണ്. ഇതിൽ കലോറി കുറവായതുകൊണ്ടും വെള്ളം ധാരാളമുള്ളതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് വയറ് നിറഞ്ഞതായി തോന്നും. അപ്പോൾ മറ്റ് ജങ്ക് ഫുഡ് കഴിക്കുന്നത് കുറയ്ക്കാം. അപ്പോൾ വെയ്റ്റ് ലോസ് മാത്രമല്ല, വേറെയും ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്കിന്നിനും അതുപോലെ ദഹനത്തിനും ഇത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ നിന്ന് വെള്ളം കിട്ടുമ്പോൾ അത് സ്വാഭാവികമായും നമ്മുടെ സ്കിന്നിൽ കാണും അല്ലേ? സ്കിന്നിൻ്റെ ആ ഒരു വരൾച്ചയൊക്കെ മാറി നല്ല ഫ്രഷ് ലുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിലുള്ള ഫൈബർ കണ്ടന്റ് ദഹനത്തിന് വളരെ നല്ലതാണ്. ഇത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും ശോധന സുഗമമാക്കാനും സഹായിക്കും. അതാണ് ഈ പറയുന്നത്. നല്ല തിളക്കമുള്ള സ്കിന്നിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ ശരിയായ ഹൈഡ്രേഷനാണ്. അപ്പോൾ കുക്കുംബറിലെ വെള്ളം നമ്മുടെ സ്കിന്നിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. വില കൂടിയ ക്രീമുകൾ മാത്രം തേച്ചാൽ പോരാ, ഉള്ളിൽ നിന്നും നല്ല പരിചരണം കൊടുക്കണം. ഓക്കെ, ഇത്രയും ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മൾ ശരിയായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമുക്കതിലേക്ക് വരാം. വലിയ കാര്യങ്ങളൊന്നുമല്ല, വെറും 3 സിമ്പിൾ റൂൾസ്. ഒന്നാമതായി, കഴിക്കുന്നതിന് മുൻപ് എപ്പോഴും നന്നായി കഴുകുക. കാരണം പുറത്ത് ചിലപ്പോൾ കീടനാശിനികളുടെ അംശമുണ്ടാകാം. രണ്ടാമത്, എന്തും അധികമായാൽ നല്ലതല്ല എന്ന് പറയുന്നത് പോലെ ഇതും ആവശ്യത്തിന് മാത്രം കഴിക്കുക. ഒരുപാട് കഴിച്ചാൽ ചിലർക്ക് ദഹനപ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ രാത്രി ഉറങ്ങുന്നതിന് തൊട്ടുമുൻപ് കഴിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ എളുപ്പമല്ലേ? വെറുതെ ഒരു സ്നാക്കായിട്ട് പച്ചയ്ക്ക് കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സാലഡുകളിൽ ചേർക്കാം. വേണമെങ്കിൽ ജ്യൂസ് അടിച്ചു കുടിക്കാം. കുറച്ച് ഉപ്പും നാരങ്ങാനീരും കൂടി ചേർത്താൽ സംഗതി ഉഷാറായി. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ലാസ്റ്റ് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നോക്കാം. കുക്കുംബറിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫൈനൽ വേർഡ്സ് എന്തൊക്കെയാണ്? ചുരുക്കി പറഞ്ഞാൽ, കുക്കുംബർ ഒരു സിമ്പിൾ പച്ചക്കറിയാണെങ്കിലും അതിന്റെ ഗുണങ്ങൾ ചെറുതല്ല. ശരീരത്തിന് ജലാംശം നൽകുന്ന കാര്യത്തിലായാലും, വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നതിലായാലും, സ്കിൻ ഹെൽത്ത് മെച്ചപ്പെടുത്തുന്നതിലായാലും, ദഹനം ശരിയാക്കുന്നതിലായാലും ഇതൊരു മികച്ച ഓപ്ഷനാണ്. ഇതൊരു സൂപ്പർ ഫുഡ് ആണോ എന്നറിയില്ല, പക്ഷെ തീർച്ചയായും ഒരു സ്മാർട്ട് ഫുഡാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ അറിയാം. ഇനി നിങ്ങളുടെ ഊഴാണ്. നിങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി ഈ ഒരു ചെറിയ മാറ്റം, അതായത് കുക്കുംബർ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഒന്ന് ട്രൈ ചെയ്തു നോക്കുന്നോ? ഓർക്കുക, നമ്മൾ എടുക്കുന്ന ഓരോ ചെറിയ സ്റ്റെപ്പും നമ്മുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇന്ന് തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ.